എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ചിന്തകളുടെ, വീക്ഷണത്തിൻ്റെ, ലക്ഷ്യത്തിൻ്റെ, മാർഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ചിരിച്ചുകൊണ്ട് 800 കോടി രൂപയുടെ വാരണാസി ശിവക്ഷേത്രത്തിൻ്റെ 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും വിവരിക്കുന്ന ആ സമുജ്വലമായ വാരണാസി ക്ഷേത്രത്തിൻ്റെ കവാടം നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതിന് ഒരാളെ എഴുതുകയുണ്ടായി, രക്തച്ചൊരിച്ചിലില്ലാതെ, സമരങ്ങളില്ലാതെ, പ്രതിഷേധങ്ങളില്ലാതെ, മുദ്രാവാക്യങ്ങളില്ലാതെ, എതിർപ്പുകളില്ലാതെ, അവഹേളനങ്ങളില്ലാതെ, ഒരു നെഗറ്റീവുമില്ലാതെ ശാന്തമായി 2019 ആരംഭിച്ച ഈ മഹായജ്ഞം 2021 യോഗി ആദിത്യനാഥ് എന്ന പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം, എൻ്റെ രാഷ്ട്രം പരമമായ വൈഭവത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സീൻ കണ്ടു. വാരണാസിയിലെ ഏതാണ്ടൊരു ഇടവഴി മാതിരിയുള്ള റോഡിലൂടെ 2 സൈഡിലുമുള്ള വീടുകളിൽ നിന്ന് പുഷ്പവൃഷ്ടിയും തൊപ്പിയും മാലയും സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ പ്രധാനമന്ത്രി വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീനാണ് ജനം ടിവിയിൽ കണ്ടത്. യഥാർത്ഥത്തിൽ ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഔറംഗസീബ് തെരഞ്ഞെടുത്ത അതേ ക്ഷേത്രം ഒരു മുസ്ലിമിന്റെയും, ഒരു ക്രിസ്ത്യാനിയുടെയും, ഒരു യുക്തിവാദിയുടെയും, ഒരു ദേശിയുടെയും വിദേശിയുടെയും പ്രതിഷേധമോ പുച്ഛസ്വരമോ ഇല്ലാതെ അത് പൂർത്തീകരിച്ചു. ഇനി ഒരു പക്ഷേ ഇതേ രീതിയിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥലവും മധുരയും രക്തച്ചൊരിച്ചിലില്ലാതെ, പ്രതിഷേധമില്ലാതെ, പ്രതികാരമില്ലാതെ അവിടെ നിന്ന് ആ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കൊടുക്കേണ്ടവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് ആ കൃഷ്ണഭൂമിയും രാമഭൂമിയായി, ശിവഭൂമിയായി, കൃഷ്ണഭൂമിയും തിരിച്ചു പിടിക്കുന്ന ആ ഒരു യജ്ഞം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച് അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതലാണ്. ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ സീനിയർ ഉദ്യോഗസ്ഥൻ ആകസ്മികമായിട്ടല്ല, അളന്ന് എടുത്ത വാക്കുകളിലൂടെ പറഞ്ഞു, ഇനി ഭാരതം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീര് കീഴടക്കാൻ പോവുകയാണ് എന്ന്. ഒരുപക്ഷെ അത് ബിപിൻ റാവത്തിന്റെ സ്മരണയായിട്ടായിരിക്കും. നരാവണെ അടുത്ത ചീഫ് ഓഫ് ദി മിലിറ്ററി ഫോഴ്സ്, ഡിഫൻസ് ഫോഴ്സ് ആയാൽ അത്രയും ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഭാരതം വേറൊരാൾ എഴുതി ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയാതെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 800 കോടി രൂപയാണ് ആ ശിവക്ഷേത്രം ഇതുപോലെ പുനരുദ്ധരിക്കാനായിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. 300 കോടി അവിടെ കയ്യേറിയവരെ ഒഴിപ്പിക്കാൻ, 500 കോടി ബാക്കിയുള്ളതെല്ലാം. 500 ദിവസം കൊണ്ട് പൂർത്തിയായി. ഏതായാലും അതിലൊരാളും പ്രതിഷേധിച്ചില്ല. കേരളത്തിൽ നിന്ന് പോലും പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അറിയാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ മുല്ലപ്പെരിയാറിൽ കിടന്ന് പെരളിയല്ലേ. അപ്പൊ പിന്നെ വാരണാസി എന്താ, ശിവക്ഷേത്രം എന്താ, നരേന്ദ്രമോദി ആരാന്നൊക്കെ
ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ദേശാഭിമാനി പത്രം വായിക്കേണ്ടി വരും. ഏതായാലും അത് ഗംഭീരമായി, വളരെ ഗംഭീരം, വിവരണാതീതം. ആ കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. ജനം TV അത് കൊടുത്തിട്ടുണ്ട്. ഹൃദയം ത്രസിക്കുന്നു. ഒരു പക്ഷേ ഒരാഗ്രഹം കൂടി, ആ കൃഷ്ണ ജന്മഭൂമിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം വന്ന് അതിനുശേഷമേ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങാവൂ. അതും ഉത്തർപ്രദേശിലായതുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന ആ എന്താ പറയുക ഋഷിവര്യൻ, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ അത് സാധിക്കണം. അതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരും കൂടി വന്നു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ എന്ന എനിക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ ജന്മസാഫല്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കാണാൻ സാധിച്ചല്ലോ, ഇത് അനുഭവിക്കാൻ സാധിച്ചല്ലോ. 97 വർഷം പൂർത്തീകരിക്കുന്ന RSSൽ നിന്ന് ഒരു ചായക്കടക്കാരൻ എന്ന പ്രചാരക് ഈ ദൗത്യം നിർവഹിച്ചല്ലോ ലോകത്തിന്റെ മുമ്പിൽ. അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത, ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത, നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേദനാജനകമായ ഒരു വാർത്ത. നാളെ ഞാനത് പറയാം. DJ പാർട്ടി നമ്മുടെ ബിപിൻ റാവത്തിന്റെ അകാല ദേഹവിയോഗത്തില് ആഹ്ലാദിച്ചുകൊണ്ട് DJ പാർട്ടി നടത്തുന്നു എന്ന് പറഞ്ഞ് 1-2 ഓൺലൈൻ ചാനലിൽ വന്നത്, അത് യഥാർത്ഥത്തില് ഭാരതത്തിലെ സൈന്യാധിപനുമായിട്ട് ഒരു ബന്ധമില്ല. പുതിയ നെഹ്റു കോളേജിലെ പുതിയ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ പഴയ വിദ്യാർത്ഥികൾ സ്വീകരിച്ചതാണ്. അതിനെ തെറ്റായിട്ട്, വളരെ മോശമായിട്ട് അതിനെ നമ്മുടെ ആരാധ്യനായ ബിപിൻ റാവത്തിന്റെ അകാല വീരമൃത്യുവുമായിട്ടുള്ള ആഘോഷമാക്കി തെറ്റായിട്ട് ഓൺലൈൻ ചാനലുകൾ കൊടുത്തു. ഏതായാലും പോലീസ് കേസെടുക്കുന്നുണ്ട്. നമ്മൾ ധാരാളം തെറ്റായിട്ടുള്ള വാർത്തകൾ ഓൺലൈൻ ചാനലുകളിൽ വരുന്നു. ഹൃദയഭേദകം. വീട്ടിലിരുന്ന് ന്യൂസ് ഉണ്ടാക്കുകയാണ് പലരും. മാത്രമല്ല വളരെ ആധികാരികമായിട്ട് ആ ഹെലികോപ്റ്ററിന്റെ ഫോട്ടോയും ആൾക്കാർ വരുന്ന ഫോട്ടോയും എല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനെതിരെയും അന്വേഷണം വരുന്നുണ്ട്. എല്ലാവരും സൃഷ്ടിച്ചു വിട്ടതാണ്. അതവിടെ ഇരിക്കട്ടെ, സാരയില്ല. ഏതായാലും രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരും 2024 മുമ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമായിരിക്കും. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഓൾഡസ്റ്റ് ആയിട്ടുള്ള എത്ര ഓൾഡസ്റ്റ് പറഞ്ഞാലും മതിയാവില്ല. രാമായണത്തിലുമുണ്ട്, മഹാഭാരതത്തിലുമുണ്ട്, എല്ലാ പുരാണങ്ങളിലും ഉണ്ട്. ഉറപ്പാണ് വാരണാസിയെ കുറിച്ച്. അത് ലോകത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്തത് രാമജന്മഭൂമി രാമക്ഷേത്രം സമർപ്പിക്കും. ഇതിനിടയ്ക്ക് കൃഷ്ണക്ഷേത്രവും സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന കോമ്പൻസേഷൻ കൊടുത്ത് അവിടെ നിനക്ക് കോടതിയിൽ പോകാതെ. അതിനിടയ്ക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരും കൂടി വരിക. എന്താ അല്ലേ സത്യത്തില് ജീവിതത്തില് ഒരു ആഹ്ലാദിക്കാൻ പറയാതെ ഒരു മുസ്ലിമിന്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും കേന്ദ്രത്തെ എതിർക്കുന്ന ഒരുവന്റെയും അപസ്വരങ്ങളില്ലാതെ ഈ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയാൻ പാകത്തിന് നന്മ ചെയ്ത നന്മകൾ ഇങ്ങനെ നിറയുന്നു. അതിനിടയ്ക്ക് അപസ്വരങ്ങൾ നിറഞ്ഞ തിന്മകൾ വരുന്നു. വരണം. അത് വന്നാലേ ഈ തിന്മ ചെയ്യുന്നവരുടെ യഥാർത്ഥ കളറ് ലോകം അറിയുള്ളൂ. അപ്പൊ അതുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് 2-3 കാര്യങ്ങളെക്കുറിച്ച് നാളെ രാവിലത്തെ പോസ്റ്റിങ്ങില് വിവരിക്കാം. ഇന്ന് നമുക്ക് പതിവ് പോലെ ഭഗവത്ഗീതയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞത്
യഥാർത്ഥത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രകൃതിയും പ്രപഞ്ച പുരുഷ പ്രകൃതി ദേവി സങ്കല്പത്തെക്കുറിച്ച് വിവരിക്കേണ്ടതുണ്ടോ? ആത്മീയതയുടെ 4ാമത്തെ ലെവലാണത്. യഥാർത്ഥത്തില് ക്ഷേത്ര സങ്കല്പം, അതിന്റെ മുകളിൽ അവതാര സങ്കല്പം, അതിന്റെ മുകളിൽ ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പം, അതിന്റെ മുകളിൽ പ്രപഞ്ചപുരുഷ ചൈതന്യ സങ്കല്പം, പിന്നെ പ്രപഞ്ചപുരുഷനും പ്രകൃതി ദേവിയും തമ്മിലുള്ള അത് 4ാമത്തെ ലെവല്. അവസാനത്തെ ലെവല് ജീവാത്മ പരമാത്മ പരബ്രഹ്മ സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവരണങ്ങൾ. ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ കൃഷ്ണൻ കൊടുത്ത അതിനകത്ത് വിട്ടുപോകാതെ നമ്മുടെ ആത്മീയതയുടെ പരമകാഷ്ഠ വരെയും വിവരിച്ചു എന്നുള്ളതാണ്. ഞാനൊരു 1-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞു, ഹിന്ദു ധർമ്മം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാരതത്തിലൂടെ പോയാൽ കാലം കുറെ എടുക്കും. രാമായണത്തിലൂടെ പോയാലും അതിനകത്ത് നിന്ന് പെറുക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വേദത്തിന്റെ പ്രാർത്ഥന 7 നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ ഗംഭീരമായിട്ടുള്ള പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്ന് ഹിന്ദു ധർമ്മത്തിന്റെ കാര്യങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ദർശനങ്ങളിലൂടെ പോയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പൂർവമീമാംസയും ഉത്തരമീമാംസയും, വൈശേഷികം, സാങ്ക്യം, യോഗം, ന്യായം, 6 ദർശനങ്ങള്. അതിലൂടെ പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അതിപ്പോ നമ്മൾ ഭാഗവതം കേൾക്കുന്ന മാതിരി, വായിക്കുന്ന മാതിരി, വിവരിക്കുന്ന മാതിരി കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഭഗവത്ഗീത നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ, ഹിന്ദു ധർമ്മം പഠിക്കാനാണെങ്കിൽ ഭഗവത്ഗീത വായിക്കാൻ പറയാം, ഭഗവത്ഗീത പഠിക്കാൻ പറയാം. അതിനകത്ത് ഹിന്ദു ധർമ്മത്തിന്റെ എല്ലാം ഉണ്ട്. 13ാം അധ്യായം അത്രയും പ്രാധാന്യമൊന്നുമുള്ള അധ്യായമല്ലെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. എന്റെ വിചാരങ്ങളും ധാരണകളും ചിന്തകളും എല്ലാം തെറ്റാണെന്ന് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്ക വിധത്തിലാണ് ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ 13ാം അധ്യായം വിവരിച്ചിരിക്കുന്നത്, വേദവ്യാസൻ എഴുതിയിരിക്കുന്നത്. എത്ര ഗംഭീരമായിട്ടുള്ള വിവരണമാണ് എന്നൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചതാണ് 21ാമത്തെ ശ്ലോകം. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ. ഏത് കാര്യം, എവറി മാറ്റർ, എവറി ഇൻസിഡന്റ്, എവറി ഈവന്റ്, ദ സൈസ്, ഷേപ്പ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, എല്ലാ കാര്യങ്ങളും, ഓൾ മാറ്റേഴ്സ്. കാരണം ഓൾ കോസസ്, കോസ് ആൻഡ് ഇഫക്റ്റ് അല്ല, കോസ് ആൻഡ് മാറ്റർ. ദീസ് ടു ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ നേച്ചർ. ചേന എന്തുകൊണ്ടാണ് ഇത്ര വലുത്? പ്രകൃതിയാണ്. കാച്ചിൽ എന്തുകൊണ്ടാ ചേന മാതിരി ആവാത്തത്? പ്രകൃതിയാണ്. എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ, മരച്ചീനി അങ്ങനെ? പ്രകൃതിയാണ്. എന്തുകൊണ്ട് കൂർക്ക ഇങ്ങനെ, ചേമ്പത്ത് വേറെ രീതിയിൽ? പ്രകൃതിയാണ്. എന്തുകൊണ്ട് ചെറിയ ചേമ്പത്ത് ഇങ്ങനെയും വലിയ ചേമ്പത്ത് ഇങ്ങനെയും? പ്രകൃതിയാണ്. അതായത് നിങ്ങളോട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ആര് ചോദിച്ചാലും ദൈവമാണ് എന്ന ആൻസർ അല്ല വരിക. മറ്റെല്ലാ മതത്തിലും ഉത്തരം അത് ഈശ്വരനാണ്, ദൈവമാണ്. ഇത് ദൈവമല്ല. മോസ്റ്റ് സയന്റിഫിക് എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, 19 ലാബറട്ടറി ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ശ്രീകാര്യത്തുള്ള CTCRI ഒക്കെ ഉൾപ്പെടെ, കായംകുളത്തുള്ള CPCRI, കാസർഗോഡുള്ള CPCRI, അവിടേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ അഗ്രികൾച്ചർ റിസർച്ചിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന സയന്റിസ്റ്റുമാരോട് ചോദിക്കുക, എന്തുകൊണ്ടാ കൂർക്ക ഇങ്ങനെ, ചേമ്പത്ത് ഇങ്ങനെ? എന്താ ഗോപാലകൃഷ്ണ ഇങ്ങനെ ചോദിക്കുന്നേ? അത് നേച്ചറല്ലേ, അതിന്റെ നേച്ചറല്ലേ. അതിലിപ്പോ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അല്ല, നിങ്ങൾ വേറെ രൂപത്തിലാക്കാം. പക്ഷേ കൂർക്ക മാതിരി തന്നെ ഇരിക്കില്ല. വലിപ്പം ചിലപ്പോ കൂട്ടുമായിരിക്കാം. കൂർക്ക ചേമ്പത്ത് മാതിരി ആവില്ല, ചേമ്പത്ത് കൂർക്ക മാതിരി ആവില്ലല്ലോ. എന്തേ കാരണം? നേച്ചറാണ് ഗോപാലകൃഷ്ണ എന്നല്ലേ പറയുള്ളൂ. അത് തന്നെയല്ലേ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. 21ാമത്തെ ശ്ലോകം 13ാം അധ്യായം. കാര്യകാരണ കർത്തൃത്വേ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാം, മലയാളികൾക്ക് മനസ്സിലാവും. കാര്യം പ്ലസ് കാരണം,
കർത്തൃത്വം ഹേതു കാരണം പ്രകൃതി ഉച്യത്തെ പ്രകൃതിയാണെന്ന് പറയപ്പെടുന്നു. ആര്? ശാസ്ത്രജ്ഞന്മാർ പറയപ്പെടുന്നു. കൃഷ്ണന്റെ വരിയാണത്. അതേസമയത്ത് പുരുഷ പ്രപഞ്ചപുരുഷ ചൈതന്യം, പരമാത്മ ചൈതന്യം. പിന്നീട് കൃഷ്ണൻ പറയുന്നുണ്ട് ഈ പ്രപഞ്ചപുരുഷ ചൈതന്യത്തെ തന്നെ പരമാത്മേതി ച വക്തവ്യ, പരമാത്മാവെന്ന് പറയും. ആ പ്രപഞ്ചപുരുഷ ചൈതന്യം അത് കൂർക്കയിലും ചേമ്പിലും കാച്ചിലിലും എന്നിലും നിങ്ങളിലും കഴുതയിലും എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. പ്രകൃതിയുടെ കോൺട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. പ്രകൃതി പൂച്ചയെ പൂച്ചയായും പട്ടിയെ പട്ടിയാക്കിയും ആനയെ ആനയാക്കിയും പശുവിനെ പശുവാക്കിയും ഇരിക്കുന്നു. അത് പ്രകൃതി. അതിനകത്തുള്ള സർവ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിന്, ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ ശരീരത്തിന് ലഭിക്കുന്ന സന്തോഷം, സുഖം, ആ വികാരങ്ങളെല്ലാം പുരുഷ സുഖദുഃഖാനാം, മലയാളിക്ക് മനസ്സിലാവുന്ന അർത്ഥമാണല്ലോ. പ്രപഞ്ചപുരുഷ ചൈതന്യം സുഖം പ്ലസ് ദുഃഖാനാം ഭോക്തൃ. ഭോക്തൃ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാൻ, ആ ശരീരത്തെ കൊണ്ട് അത് അനുഭവിപ്പിക്കാൻ കാരണം ഈ പ്രപഞ്ചപുരുഷ ചൈതന്യമായ ജീവാത്മ ചൈതന്യമാണ്. ഹേതു ഇതി ഉച്യത്തെ എന്ന് പറയപ്പെടുന്നു. ഞാൻ പറയുന്നു എന്ന് കൃഷ്ണൻ ഡിക്ലെയർ ചെയ്യല്ല. പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കൃഷ്ണൻ ജീവിച്ചിരുന്നതിന് മുമ്പും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഭാരതത്തിലുണ്ടായിരുന്നു. അതാണല്ലോ നമ്മൾ പറയപ്പെടുന്നു എന്ന് പറയുന്നത്. ഇന്നലെ വേണാട് എക്സ്പ്രസ് വന്നത് 2 മണിക്കൂർ വൈകിട്ടാണെന്ന് പറയുന്നത് കേട്ടു. ഇപ്പോ പുതിയ റെയിൽവേ മന്ത്രി ചാർജ് എടുത്തതിന് ശേഷം ട്രെയിനുകളെല്ലാം സമയത്തിലാണ് ഓടുന്നതെന്ന് പറയപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ ഹേതു ഉച്യതേ പറയപ്പെടുന്നു. എന്താ ഇതിന്റെ അർത്ഥം? കഴിഞ്ഞ കുറെ കാലമായിട്ട് ട്രെയിനുകൾ സമയം പാലിക്കുന്നുണ്ട്, അതിനെയാണ് പറയപ്പെടുന്നു എന്ന് പറയാം. ഇപ്പൊ കൃഷ്ണൻ ഇത് പറയുന്ന ഹേതു രുച്യത എന്ന് വെച്ചാൽ ഈ എന്റെ ശരീരത്തിലുള്ള സുഖദുഃഖങ്ങളെല്ലാം എന്റെ ശരീരത്തിലെ അവയവങ്ങൾ പ്രകൃതി ഉണ്ടാക്കിയതുള്ളത് കൊണ്ട് കാര്യമായില്ല, മറിച്ച് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ചപുരുഷ ചൈതന്യമാണെന്ന് എന്നേക്കാളും മുമ്പുള്ളവർ തന്നെ പറഞ്ഞിരുന്നു അർജുന. അതായത് ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന സത്യം കൃത്യമായിട്ട് അതിന്റെ അവകാശവാദങ്ങൾ കൃഷ്ണൻ ഏൽക്കാതെ പൂർവികർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കൃഷ്ണൻ കൊടുത്തു. അല്ലേ? എന്ത് രസല്ലേ. അടുത്തത് പുരുഷ പ്രകൃതിസ്ഥ. അത് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ കുറെ പേർക്ക് നല്ല ഫീലിംഗ് തോന്നുന്നു. പ്രകൃതിസ്ഥ, ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട്, പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരത്തിൽ സ്ഥഹ നിന്നുകൊണ്ട് പുരുഷ പ്രപഞ്ച ചൈതന്യം ജീവാത്മ പരമാത്മ ചൈതന്യം പ്രകൃതിജാൻ ഗുണാൻ ഭുങ്ക്തേ, പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗുണദോഷങ്ങളെ ആ ജീവചൈതന്യം അനുഭവിപ്പിക്കുന്നു, ശരീരത്തിന് അനുഭവിപ്പിക്കുന്നു. അതിൽ നിന്നുകൊണ്ട് കാറിനകത്ത് ഇരുന്നു കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു. ഒരാള് ലോറിയുടെ പുറകില് കിടന്നുകൊണ്ട് ഉറങ്ങുന്നു. പൈലറ്റ് ആ കോക്പിറ്റില് ഇരുന്നു കൊണ്ട് വിമാനം ഓടിക്കുന്നു. അതിനകത്ത് ഇരുന്നു കൊണ്ട് വിമാനം ഓടിക്കുന്നു. അല്ലേ? കർഷകൻ വയലിൽ നിന്നുകൊണ്ട് കളകളെല്ലാം പറിക്കുന്നു. അതല്ലേ ശരി? AKG സെന്ററില് ഇരുന്നു കൊണ്ട് DYFIക്കാരെ നാടിനെതിരെ പ്രവർത്തിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നു. ആര്? ദുഷ്ടജന്മങ്ങള്. അതിനകത്ത് ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് സ്തഹ. പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന ആ ശരീരത്തിനകത്ത് തന്നെ, പുറത്തു നിന്നല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു ധർമ്മവും മറ്റ് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ദ ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്, ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. അതാണ് മറ്റെല്ലാ മതങ്ങളും. അറിയാതെ നമ്മളും അതേ വാക്ക് ഉപയോഗിക്കും. തെറ്റാണത്. നമ്മളുടെ എന്താണ്? ദ ഗോഡ് മാനിഫെസ്റ്റഡ് ആസ് ദ വേൾഡ്. ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് എന്നുള്ളത് സെമറ്റിക് മതങ്ങളും മറ്റു മതങ്ങളുമാണ്. സനാതനധർമ്മവും സനാതനധർമ്മത്തിന്റെ മറ്റ് ധർമ്മപുത്രിമാരും, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, അതെല്ലാം ദ ഗോഡ് മാനിഫെസ്റ്റഡ് ആസ് ദി ബാക്കിയുള്ളതെല്ലാം
അപ്പോ ദൈവം പുറത്ത് നിന്ന് ഈ സാധനത്തെ സൃഷ്ടിച്ചു. അല്ല, ദൈവം തന്നെ ഇതായി മാറി. ദൈവം തന്നെ ഇതായി മാറി. വളരെ രസാണത്. അതുകൊണ്ട് ഈ ഒരു സ്തഹ വാക്കിന് രണ്ടാമത്തെ ഒരു അർത്ഥമുണ്ട്. ഹിന്ദു ധർമ്മത്തിന്റെ അടിത്തറയാണ് ആ സ്തഹ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം പുറത്ത് നിന്ന് ചേനയ്ക്ക് ആ ആകൃതി കൊടുത്തതല്ല, പുറത്ത് നിന്ന് ചേമ്പിന് ആകൃതി കൊടുത്തതല്ല, പുറത്ത് നിന്ന് എന്റെ ഹാർട്ട് ഇങ്ങനെ ആകണം, നിങ്ങളുടെ ഹാർട്ട് ഇങ്ങനെ ആകണം, പ്രവർത്തിക്കണം എന്ന് പുറത്തു നിന്നുള്ള കൺട്രോൾ അല്ല. പ്രകൃതി സ്തഹ, പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ആ സാധനത്തിലെ ശരീരത്തിലെ ആ മെറ്റീരിയലിന് അകത്തിരുന്നുകൊണ്ടാണ് പ്രപഞ്ചപുരുഷ ചൈതന്യം ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതാണ് ഹിന്ദുധർമ്മം. ഹിന്ദുധർമ്മത്തിന്റെ ആണിക്കല്ലാണ് ഈ മൂന്ന് വാക്കുകൾ. സനാതനധർമ്മത്തിന്റെ ആണിക്കല്ല്. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, പലപ്പോഴും ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. അടുത്ത വർഷം മുതൽക്ക് ഭഗവത്ഗീത സ്കൂളുകളിലൊക്കെ പാഠ്യവിഷയമാണെന്നുള്ള ഒരു സർക്കുലർ ഇന്ന് കണ്ടു. അപ്പൊ ഒരു പക്ഷെ ശരിയാവുമായിരിക്കാം. പക്ഷെ അപ്പോഴും ഭയം. സൗദി അറേബ്യയിലും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും പഠിപ്പിക്കുമ്പോൾ ഈ പഠിപ്പിക്കാനായിട്ട് കെട്ടിയെടുത്ത് പോകുന്നവൻ ഇതുമാതിരിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അവസ്ഥ എന്താ? അതാണ്. ഈ നാഗർകോവിലിൽ കുറെ ഹിന്ദു കോളേജുകളുണ്ട്. ഞാൻ പോയതാ ഷോക്കടിച്ചത്. അവിടെയൊക്കെ ഹിന്ദുയിസം പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നത് അത്രയും പെന്തക്കോസ്ത് ക്രിസ്ത്യാൻ ആയിട്ടുള്ള അധ്യാപകരാണ്. ഹിന്ദുക്കൾ പഠിപ്പിക്കാനേ ഇല്ല. ഹിന്ദുക്കൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞൂടാ, അതൊരു വശം. പക്ഷെ പഠിപ്പിക്കുന്നത് പെന്തക്കോസ്റ്റുകാരായ ക്രിസ്ത്യൻസാണ്. കാരണം അവർ തിയോളജിയോ എന്തോ പഠിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവില് അവർ നല്ലതായിട്ട് പലരും വരുന്നു. അപ്പോ ധർമ്മശാസ്ത്ര കോളേജിൽ പോലും അങ്ങനെയാണ്. ഞാനവിടെ കണ്ടതാണ്. അപ്പൊ എന്താ സംഭവിക്കുക? സൗദി അറേബ്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഹിന്ദു ധർമ്മത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവൻ ഭഗവത്ഗീത പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതവിടെ ഇരിക്കട്ടെ, നമുക്ക് സാരമില്ല. നമുക്കിതിലേക്ക് വരാം. പ്രകൃതിസ്ഥ ഭുക്തി, പ്രകൃതി ജാൻഗുണൻ. പ്രകൃതി ഉണ്ടാക്കുന്ന എല്ലാ ഗുണങ്ങളെയും, പാരാമീറ്റേഴ്സിനെയും, ഫാക്ടേഴ്സിനെയും, എവറിത്തിങ് കണക്റ്റഡ് വിത്ത് ദ ടിഷ്യൂ, ഓർഗൻ, മാറ്റർ, and also that living being, everything connected with that, created by the nature, within which the Jivatma, the soul, and Paramatma, part of the Paramatma, existing inside, residing inside, living inside, that particular animal is experiencing the taste of the what do you say? Taste of every activities. അകത്തിരുന്നു കൊണ്ടാണ്. എന്റെ ഹാർട്ട് പുറത്തുള്ള ദൈവം പ്രവർത്തിപ്പിക്കുകയല്ല. എന്റെ കണ്ണ് പുറത്തുള്ള ഒരു ദൈവമല്ല എന്റെ കണ്ണ് പ്രവർത്തിപ്പിക്കുന്നത്. മറ്റു മതങ്ങളിൽ അങ്ങനെയാണ്. പക്ഷെ കണ്ണിനകത്തുള്ള ചൈതന്യമാണ് ഈശ്വരൻ. ഈശ്വരൻ നമ്മളിലുണ്ട്, അല്ല, നമ്മളിലുള്ളതാണ് ഈശ്വരൻ. ഓരോ ജീവജാലത്തിന്റെ ശരീരത്തിനകത്തും ഈശ്വരനുണ്ട്. തെറ്റ്. ഓരോ ജീവജാലത്തിന്റെ ശരീരത്തിനകത്തും ഉള്ളതാണ് ഈശ്വരൻ. കടലിൽ വെള്ളമുണ്ട്. തെറ്റ്. കടലിലുള്ളതാണ് വെള്ളം. ആ വാക്കുകളുടെ പ്രയോഗത്തിൽ നല്ല അർത്ഥമാണ് കേട്ടോ. ഇതൊക്കെ രസമാണ്. ഭഗവത്ഗീത ഇങ്ങനെയൊക്കെ പഠിച്ചു പോയാൽ കുറെ കാലം കഴിയും, തീരുമ്പോ പോട്ടെ. എന്നാലും കാരണം എന്തുകൊണ്ടാണ് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവാത്മാവ് ഈ എന്താ പറയാ ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ, പ്രകൃതി കൊടുക്കുന്ന ഗുണങ്ങളെ എങ്ങനെയാണ് ആ ശരീരത്തെ കൊണ്ട് ആസ്വദിപ്പിക്കുന്നത്, അനുഭവിപ്പിക്കുന്നത്? അതിന് കാരണം മലയാളത്തിലെ വാക്കാ കൃഷ്ണൻ സംസ്കൃതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സംസ്കൃതം തന്നെയാണ്. ഗുണസംഗ, മുല്ലപ്പൂവിന്റെ വാസനയുണ്ടാക്കുന്ന ജാസ്മോൺ എന്ന മോളിക്യൂളുകള്, മുല്ലപ്പൂവിന്റെ വാസനയുണ്ടാക്കുന്ന ജാസ്മോൺ എന്ന മോളിക്യൂള് ഇവിടത്തെ ഓൾഫാക്ടറി ലോബില് ഗുണസംഗ അസ്യ, ആ മോളിക്യൂൾ ഇവിടെ സംഘം ഉണ്ടാക്കുന്നു, ബന്ധം ഉണ്ടാക്കുന്നു. അപ്പോഴാണ് നമ്മളിത് മുല്ലപ്പൂവാണെന്ന് അറിയുന്നത്. സാന്റലോൾ രണ്ട് കോമ്പൗണ്ടാണ്. കുറെ കോമ്പൗണ്ടുകളുണ്ട്. അതിൽ ചന്ദന തൈലത്തിന്റെ സ്മെല്ല് തരുന്ന സാന്റലാൽ. ഇതിന്റെ മൂന്ന് മോളിക്യൂൾ ഇവിടെ തൊട്ടാൽ ചന്ദനത്തിന്റെ സ്മെല്ല് നമ്മുടെ മൂക്കിന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അടിയിൽ പിടിച്ച കരിഞ്ഞ സാമ്പാറിന്റെ ടേസ്റ്റ്
അതിന്റെ മോളിക്യൂൾ ഇവിടെ തൊട്ടാൽ സംഘം, ഇവിടെയാണ് കാരണം ഗുണ സംഘഃ അസ്യ, ആ മോളിക്യൂളുകളുടെ സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം, കോണ്ടാക്ട്, ആ മോളിക്യൂളുകൾ ഇവിടെ തൊട്ടാൽ ആ സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മൂക്കിന്റെ ഓൾഫാക്ടറി ലോബ്, ഐയുടെ റെറ്റിന, ചെവിയുടെ കോക്ലിയ, ഈ കോക്ലിയായാലും റെറ്റിനയായാലും ഇവിടത്തെ ഓൾഫാക്ടറി ലോബ്, ഈ ലോബായാലും ആ മോളിക്യൂളുകളുമായിട്ട് ബന്ധം വരുമ്പോൾ അതേ വാക്കാ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത്. 5164 വർഷങ്ങൾക്ക് മുമ്പ് ഗുണസംഘഃ അസ്യ സദ് പ്ലസ് അസദ് യോനി ജന്മസു. അത് നല്ലതായിരിക്കാം, കരിഞ്ഞ സാമ്പാറിന്റെ ആയിരിക്കും, അസത്തായിരിക്കാം, മുല്ലപ്പൂവിന്റെ ആയിരിക്കും സദ്. നന്മ നിറഞ്ഞ യോനികളിൽ ജനിച്ചിരിക്കുന്ന മുല്ലപ്പൂവാണ്. തുളസി, അതുപോലെ ചന്ദനം, ചിന്മ നിറഞ്ഞത്, കരിഞ്ഞത്, ചേമ്പിന്റെ പൂവ് ചീഞ്ഞത്, ഏതായാലും. ഇന്നലെ യഥാർത്ഥത്തിൽ എന്റെ വീട്ടില് ഒരു കൊല ഏത്തക്കായ, നല്ല കായ, അത് പതുക്കെ ഒടിഞ്ഞു, അത് ഇന്നലെ എടുത്തു. പക്ഷേ അറിയാതെ ആ വാഴയെ ഒന്ന് തൊഴുതു. പണ്ട് ഞാൻ പറഞ്ഞ മാതിരി ചുവട് മുതൽക്ക് മുകളറ്റം വരെ അതിന്റെ വാഴ പിണ്ടി, വാഴയുടെ കവറ് എല്ലാം ചീഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ചീഞ്ഞ ആ വാഴ ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിന് ഇതാ എന്നെ വളർത്തിയതിന്, ഞാൻ വളർത്തിയിട്ടില്ല പാവത്തിനെ, എന്റെ വക പുരസ്കാരം എന്നും പറഞ്ഞിട്ട് 10-45 വലിയ കായ ഉള്ള ആ ഏത്തക്കുല എനിക്ക് തന്ന് ഞങ്ങൾ വെട്ടിയപ്പോ പ്രദേശം മുഴുവൻ സ്മെല്ല. അതായത് വാഴ ചീഞ്ഞതായിട്ട് പുറത്തത് കാണിച്ചില്ല പാവം. അത് അത് മുറിച്ചപ്പോഴത്തേക്ക് അടുത്ത് നിൽക്കാൻ പറ്റാതെ അത്രയും ചീഞ്ഞപ്പോഴും ആ വാഴക്കൊല മുഴുവനും നമുക്ക് വേണ്ടി വെർട്ടിക്കലായിട്ട് നിന്നു എന്നുള്ളതാണ് അല്ലേ സത്യത്തില്. അതിന്റെ വേദന അത് പുറത്ത് കാണിക്കാതെ അത് നിന്നു. ചുവടറ്റം മുകളറ്റം വരെ അത് ചീഞ്ഞിട്ടുണ്ട്. വാഴപ്പിണ്ടിയും ചീഞ്ഞിട്ടുണ്ട്, അതിന്റെ തടി, ഇതും ഇല എല്ലാം ചീഞ്ഞിട്ടുണ്ട്. അറിയാതെ തൊഴുതുപോയി, ഈശ്വര അടുത്ത ജന്മത്തിൽ നീയും എന്റെ വീട്ടിൽ തന്നെ വന്ന് ജനിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനു വേണ്ടിയിട്ട്. എന്താ ചിലതൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് ആത്മബന്ധം എന്ന് പറയുന്നത് ആത്മീയ ബന്ധത്തെക്കാൾ വലുതാണ്. ആത്മബന്ധം ആത്മീയ ബന്ധത്തെക്കാൾ വലുതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ഭഗവത്ഗീത കുറെ കാലം എടുക്കും കേട്ടോ തീരുമ്പോ. കാരണം ഗുണസംഘഃ അസ്യ സദ്, നന്മ നിറഞ്ഞതാണെങ്കിലും അസദ്, തിന്മ നിറഞ്ഞതാണെങ്കിലും ഈ മോളിക്യൂളുകളുടെ അതാത് സെൻസറി ഓർഗൻസിലുള്ള ബന്ധമാണ് പ്രകൃതിയുടെ പ്രത്യേകതയെ കുറിച്ച് അറിയാൻ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ഇനി 1000 വർഷം കഴിഞ്ഞിട്ട് ഒരു അധ്യാപകനോട് ചോദിച്ചാലും, ആ അധ്യാപകൻ LDF ആണെങ്കിലും UDF ആണെങ്കിലും അയാള് കൃഷ്ണൻ പറഞ്ഞതേ പറയുള്ളൂ. കൃഷ്ണൻ പറഞ്ഞതാണെന്ന് അറിയാതെയായിരിക്കും അയാൾ പറയുക. കാരണം നമ്മുടെ പൈതൃകത്തിലേക്ക് അവർ പോവില്ലല്ലോ. ഏതായാലും ഗംഭീരം. സദ് അസദ് യോനി ജന്മസു. ഇപ്പൊ നല്ല വാസനയാണ്, ചീത്ത വാസനയാണ്. നല്ല ദൃശ്യമാണ്, ചീത്ത ദൃശ്യമാണ്. നല്ല ശബ്ദമാണ്, ചീത്ത ശബ്ദമാണ്. നല്ല ടേസ്റ്റാണ്, ചീത്ത ടേസ്റ്റാണ്. അതല്ല ക്രൈറ്റീരിയൻ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതിലേക്ക്, 5 സെൻസറി ഓർഗൻസുമായി ബന്ധപ്പെട്ടതിലേക്ക് ഗുണസംഘ കോണ്ടാക്ട് വരുമ്പോഴാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അത് പുരുഷഃ പ്രകൃതിസ്ഥഃ ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. വൈ? ഹൗ? ഡ്യൂ ടു ദ കോണ്ടാക്ട്. അതിനേക്കാളും വലിയ ഏത് സയൻസാ ഇനി പറയാൻ സാധിക്കുക? നമ്മൾ സാധാരണ പറയാറുണ്ട് സയൻസി കരിക്കല്ല. ഇല്ലാത്ത സയൻസ് അതിനകത്ത് ഉണ്ടാക്കിയിട്ട് അത് സയൻസാണെന്ന് പറയേണ്ട കാര്യമേ ഇല്ല. ഇപ്പൊ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഇത് മനസ്സിലാവാത്ത സയൻസാണത്. പക്ഷെ ഒന്ന് കറക്റ്റ് വിവരിച്ചു കൊടുത്താൽ അവർക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. അവരറിയാതെയോ അറിഞ്ഞോ ഉപയോഗിക്കുന്ന ഇറ്റ്സ് എ നേച്ചർ, ഇറ്റ്സ് നാച്ചുറൽ. അത് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവർ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന നേച്ചറും
ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന നാച്ചുറലും അത് തന്നെയാണ് കുട്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകൃതി സ്ഥാൻ ഗുണാൻ അല്ലേ? പ്രകൃതി സ്ഥ ഗുണ. പ്രകൃതി എന്ന വാക്കിനല്ലേ നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയാ. അത് പ്രകൃതിയുടെ സ്വഭാവമാണെന്നുള്ളതിനല്ല നമ്മളെ നാച്ചുറൽ എന്ന് പറയാ. എവിടെയോ ഒരു വാക്കിന്റെ അക്ഷരത്തിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സയൻസാണ്. എനിക്ക് വിഷമം തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. ഏതായാലും സാരയില്ല. 13-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം ഉപദ്രഷ്ട സൂപ്പർവൈസർ. അതാണ് അതിന്റെ ആ വാക്കുകൾ നോക്കൂ. ഉപദ്രഷ്ട അനുമന്ദ, ദോസ് ഹു ആർ ഗിവിംഗ് ദ പെർമിഷൻ. ഉപദ്രഷ്ട സൂപ്പർവൈസർ, അനുമന്ദ ഡയറക്ടർ, അനുമതി കൊടുക്കുന്ന ആള്, ഭർത്ത പ്രൊട്ടക്ട് ചെയ്യുന്ന ആള്, സപ്പോർട്ട് ചെയ്യുന്ന ആള്, ഡയറക്ട് ചെയ്യുന്ന ആള്, ഭർത്ത ഭോക്ത കൺസ്യൂം ചെയ്യുന്ന കസ്റ്റമർ, മഹേശ്വര. അതിന്റെ എല്ലാത്തിന്റെയും അപ്പുറത്തൊരു ചൈതന്യമുണ്ട് അർജുന. ആ ചൈതന്യം പരമ പ്ലസ് ഈശ്വര, പരമമായ ഈശ്വരൻ, ബൗണ്ടറി ഇല്ലാത്ത ഈശ്വരൻ. നമ്മളൊക്കെ സാധാരണ ഭാഷയിൽ പറയുന്ന പരമേശ്വരൻ. പക്ഷെ പരമേശ്വരൻ എന്ന സാധാരണ ഭാഷയിലാണ് പറയുന്നതെങ്കിലും അതിന്റെ അർത്ഥം പറയുന്ന ആൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും വലിയൊരർത്ഥം അതിനകത്തുണ്ട്. നമ്മൾ എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, പറഞ്ഞ വാക്കിന്റെ ലക്ഷ്യാർത്ഥമുണ്ട്, വാച്യാർത്ഥമുണ്ട്. രണ്ടർത്ഥം ഒന്ന് തന്നെയാണ്. പരമം ബൗണ്ടറി ഇല്ലാത്ത, ഇൻഫിനിറ്റി അനന്തമായ. പരമസുഖം എന്ന വാക്കിന്റെ അർത്ഥം അതിർത്തിയില്ലാത്ത സുഖം. പരമസുഖമായിരുന്നു എന്ന് വെച്ചാൽ ഇനി അതിനപ്പുറം ഒരു സുഖം പ്രതീക്ഷയില്ല. പരമേഷ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു യാഗം, അതിനപ്പുറത്തൊരു യാഗം ഇല്ല. പരമാനന്ദം. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി? പരമം എന്ന വാക്കിന്റെ അർത്ഥം വെറുതെ വാക്കുകളല്ല കേട്ടോ. ഞാനിപ്പോ ഭഗവത്ഗീത അല്ല വിവരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഈ വാക്കുകളാണ് വിവരിക്കുന്നത്. കാരണം വാക്കുകൾ വിവരിക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടിക മാതിരി പെറുക്കി വെച്ച മഹാത്മാവാണ് മനസ്സിനകത്തേക്ക് വരുന്നത്. എത്ര കൃത്യമായിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ചു. വേറെ എത്രയോ വാക്കുകൾ അവിടെ ഉപയോഗിക്കാനുണ്ടല്ലോ. അതൊന്നും ഉപയോഗിക്കാതെ ഇതേ വാക്ക് ഉപയോഗിക്കാൻ കാരണം ഇതേ വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താ അറിയാമോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ചിലർ ഓർക്കുന്നുണ്ടാവും. പാണിനി പരമബുദ്ധുവായിരുന്നു. ഒരു ഇഡിയറ്റായിരുന്നു പാണിനി. അവസാനം തപസ് ചെയ്ത് ഗുരു പുറത്താക്കി. എന്നാലും ഗുരുകുലത്തിന്റെ പുറത്തിരുന്ന് ഗുരു മറ്റു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പുറത്തിരുന്ന് കേട്ട് അതിന്റെ പുറകിൽ വേറെയും കഥയുണ്ട്, അതിലേക്ക് ഞാൻ കടക്കണില്ല. അവസാനം പാണിനി ആ ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി പാണിനി ഗംഭീരമായിട്ട് വളർന്നു, ഉയർന്നു. ആ ഡിറ്റർമിനേഷൻ കൊണ്ട് പാണിനി യഥാർത്ഥത്തില് പാണിനിയുടെ അഷ്ടാധ്യായി എഴുതി. 8 അധ്യായത്തിലൂടെ ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് എഴുതി. ആ പാണിനിയുടെ അഷ്ടാധ്യായിയാണ് ജർമ്മൻ ഭാഷയ്ക്ക് ഇപ്പോ ജർമ്മൻ ഭാഷ റിഫൈൻ ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഗ്രാമർ. പാണിനിയുടെ അഷ്ടാധ്യായിയുടെ അടിസ്ഥാനത്തിലാണ് ജർമ്മനിയിൽ ഉപയോഗിക്കുന്നത്. എനിക്ക് 100% നല്ലോണം അറിയാം. പാണിനിയുടെ ജർമ്മനിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നല്ലോണം അറിയാം. കേൾവിയല്ല, ഫോട്ടോ കണ്ട് മനസ്സിലാക്കിയതല്ല, നേരിട്ട് മനസ്സിലാക്കിയതാണ്. ജർമ്മനി പോയിട്ടല്ല, ജർമ്മനി ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോ ശരിക്ക് ആ പാണിനി യഥാർത്ഥത്തില് ഈശ്വരനെ പ്രസാദിച്ച് അദ്ദേഹം അവസാനം വ്യാകരണം എഴുതാൻ തുടങ്ങിയപ്പോ വേദത്തിന് വ്യാകരണം എഴുതണം എന്ന് പറഞ്ഞ് ശിവനെ പ്രീതിപ്പെടുത്തി അത്രേ തപസ് ചെയ്ത. ശിവൻ വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ശിവോഹം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് ശിവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഉൾവിളി കിട്ടിയത്രേ. ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് വേദത്തിന്റെ ഗ്രാമർ എഴുതിക്കോളാൻ, അഷ്ടാധ്യായി എഴുതിക്കോളാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഞാനെങ്ങനെ വേദത്തിന്റെ ഗ്രാമർ എഴുതും എന്നാണ് പാണിനി. നീ ഒരു കാര്യം ചെയ്യും, ചുവട്ടിലിരുന്ന് എഴുതിക്കോ, മുകളിൽ നിന്ന് ആൽമരത്തിൽ ഞാൻ വാക്കുകളുടെ വരികളുടെ ഗ്രാമർ എഴുതി താഴേക്ക് ഇട്ട് തരാം. നീ അത് കമ്പൈൽ ചെയ്താൽ മതി, അത് ഒരുമിച്ച് ചേർത്താൽ മതി. ആൽമരത്തിന്റെ ഇലയിലെ ആലിലയിൽ എഴുതി വരുന്നത് കമ്പൈൽ ചെയ്താൽ മതി. ശരി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മുകളിലേക്ക് നോക്കരുത്. രണ്ടാമത്തെ കണ്ടീഷൻ, ചോദ്യം ചോദിക്കരുത്. മുകളിലേക്ക് നോക്കാനും പാടില്ല, ചോദ്യം ചോദിക്കാനും പാടില്ല. കഥയായിരിക്കാം, സംഭവിച്ചതായിരിക്കാം, ഏതായാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ എടുത്ത പാണിനി തുടങ്ങി ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയുടെ പ്രതീകമായ പാണിനി ആ കർമ്മം തുടങ്ങി. അപ്പോഴാണ്
മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആലിലയിൽ ഒരു പക്ക ഗ്രാമർ മിസ്റ്റേക്ക് ശരിക്കും മനസ്സിലാക്കാവുന്ന. ദേ ഹാസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? സിമ്പിൾ ആണ്. ദേ ഹാസ് എന്ന് എഴുതിയാൽ. ഷീ ഹാവ് എന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ. അതല്ല, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഇംഗ്ലീഷ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുമാതിരി ഫണ്ടമെന്റൽ ഗ്രാമർ മിസ്റ്റേക്ക് വേദത്തിലെ വാക്കുകളിൽ. പക്ഷെ വേദത്തിൽ ആ മിസ്റ്റേക്കാണ് എഴുതിയിരിക്കുന്നത്. വേദത്തിൽ ആ മിസ്റ്റേക്ക് എഴുതിയിരിക്കുന്നു. മഹാദേവൻ, പരമേശ്വരൻ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മഹേശ്വരൻ അവിടെ നിന്ന് ഇത് എഴുതി അയക്കുന്നുണ്ട്. മുകളിലേക്ക് ഇട്ട് നോക്കാനും പറ്റില്ല, ചോദ്യമൊട്ട് ചോദിക്കാനും പറ്റില്ല. അവസാനം പാണിനി കൈകൂപ്പി തൊഴുതുകൊണ്ട്, എനിക്കത് കാണാം, കൈകൂപ്പി തൊഴുതുകൊണ്ട് എഴുതി ഇതി ആര്യമത. എനിക്ക് അറിഞ്ഞൂടാ ഇതിന്റെ അർത്ഥം. മഹാദേവൻ അവിടെ നിന്ന് എഴുതി തന്നതും അതേപോലെ തന്നെയാണ്. അങ്ങേരെ തിരുത്താൻ എനിക്ക് പെർമിഷൻ ഇല്ല, പൂർവീക ഋഷിവര്യന്മാരെ തിരുത്താൻ എനിക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് പൂർവീക ഋഷിവര്യന്മാരുടെ അഭിപ്രായമാണ് ഈ ഗ്രാമർ ഇങ്ങനെയാണ് എന്നുള്ളത്. ഇതി ആര്യമത. ഇത് ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായമാണ്. അതിൽ പാണിനി എന്ന എനിക്ക് യാതൊരു റോളും ഇല്ല. എന്ത് ഭംഗിയായിട്ടുള്ളതാണ് അല്ലേ? ആ ഒരു കഥയായ കെട്ടുകഥയാണെങ്കിൽ പോലും അതിനകത്ത് എത്ര ചൈതന്യമുള്ളതാണെന്ന് നോക്കുക. അതായത് എനിക്ക് വേദത്തെ കറക്റ്റ് ചെയ്യാൻ എനിക്ക് പെർമിഷൻ ഇല്ല. കാരണം വേദത്തെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ 7:15 വേദമന്ത്രം കേൾക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, പരമാവധി ഷെയർ ചെയ്യൂ. കാരണം എന്താണ് വേദമെന്ന് ഹിന്ദുക്കളെങ്കിലും മനസ്സിലാക്കട്ടെ. എന്താണ് വേദമെന്ന് ഹിന്ദുക്കളെങ്കിലും മനസ്സിലാക്കട്ടെ. എന്തല്ല വേദം? ഇത് ഈ വേദത്തിനെ എടുത്തിട്ട് ബൈബിളിനെ വേദം എന്ന് പറയുന്നു, ഖുറാനെ വേദം എന്ന് പറയുന്നു. ഏതായാലും ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖ് മതക്കാരും അവരുടെ ഗ്രന്ഥത്തെ വേദം എന്ന് പറയാറില്ല. വേദം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെന്നല്ല, രണ്ടാണ്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പോകുന്നു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ വേദം എന്ന വാക്ക് പേറ്റന്റഡ് ഒന്നും അല്ല, ട്രേഡ് മാർക്കൊന്നുമില്ല. പക്ഷേ ബൈബിള് വേറെ, ഖുറാൻ വേറെ, വേദം വേറെ. രാവിലെ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാം അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒന്നിനെ എന്തിനാ അങ്ങനെ പറയുന്നത്. കിലുക്കം എന്ന സിനിമ അതിലില്ലാത്ത ഒരെണ്ണം കൊണ്ടൊരു ചിത്രത്തിലാണെന്ന്. ഇപ്പൊ ചിത്രത്തിലുള്ളതാണ് എന്ന് കിലുക്കത്തിലുള്ളതിനെ പറഞ്ഞാൽ തെറ്റല്ലേത്? കിലുക്കം വേറെ, ചിത്രം വേറെ. മതിലുകൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സിനിമയുടെ കഥ അത് വേറെ. എല്ലാം വേറെ വേറെയല്ലേ? വേറെ വേറെ ആയതിനെ ഒന്നിനെടുത്തിട്ട് അതിലുള്ളത് ഇതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കമലതലത്തിലുള്ളത് വേറെ, ദേവാസുരത്തിലുള്ളത് വേറെ, രാവണപ്രഭുവിലുള്ളത് വേറെ. രാവണപ്രഭുവിലുള്ളത് എടുത്തിട്ട് കമലതലത്തിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതുമാതിരി വേദം വേദമാണ്. വേദത്തിലുള്ളതെടുത്ത് ബൈബിളോ, ബൈബിളിലെടുത്തോട് വേദമോ എന്ന് പറയരുത്. തിരിച്ചും മറിച്ചും പറയരുത്. പറഞ്ഞാൽ തെറ്റാണ്. വൈദികർ എന്ന് പറയുന്നത് അതിനേക്കാളും മണ്ടത്തരാണ്. നിങ്ങൾ വേറെ എന്ത് വാക്ക് വേണമെങ്കിലും ഉപയോഗിച്ചു. വൈദികർ എന്ന് പറയുമ്പോൾ വേദം പഠിച്ചവരാണ്. ആ പേരെടുത്ത് വേറൊരുവന് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? ഏതായാലും മഹേശ്വര, ആ മഹേശ്വരനാണ് പാണിനിക്ക് അഷ്ടാധ്യായി എന്ന അതിഗംഭീരമായ ഗ്രന്ഥം എഴുതാൻ പ്രചോദനം തന്നത്. അതുപോലെ നമുക്ക് ഈ മഹേശ്വര, പരമേശ്വര, മഹാ എന്ന് പറഞ്ഞാൽ അതും അവസാനമാണ്. എന്താ പറയാ? മഹത്തായ. മഹത്ത് എന്ന് പറഞ്ഞാൽ അവസാന ബിന്ദുവാണ് മഹത്ത്. ലാസ്റ്റ് പോയിന്റിനെയാണ് മഹത്ത് പ്ലസ് ആയ. ആയ എന്ന് വെച്ചാൽ വീട്ടിലെ ജോലിക്കാരി, സ്കൂളിലെ ജോലിക്കാരന്റെ പേരല്ല. മഹത്തായ, മഹാത്മൻ, മഹാസംഭവം, മഹാരാജാവ്, മഹാഭാഷ്യം. അതായത് അതിനപ്പുറം വേറൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ പരമം പ്ലസ് മഹാ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപദ്രഷ്ട, സൂപ്പർവൈസർ ആരാണോ, അനുമന്ത, ഡയറക്ടർ, അനുമതി കൊടുക്കുന്നവൻ ആരാണോ, ഭർത്ത, കൺട്രോൾ ചെയ്യുന്നവൻ ആരാണോ, ഭോക്ത, കസ്റ്റമർ ആരാണോ, അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ ആരാണോ, മഹേശ്വര. കൂളായിട്ട് കൃഷ്ണൻ അടിച്ചു. ഞാനാണെന്ന് കൃഷ്ണൻ പറഞ്ഞില്ലല്ലോ. മഹേശ്വര പരമാത്മേതി ച അഭി ഉക്ത. ആ മഹേശ്വരനെ, പരമേശ്വരനെ, അത് എന്താ പറയാ? പരമാത്മാവ് എന്നും പറയും. ഇങ്ങനെ ഒരു ശ്ലോകം ഈ പരമാത്മാവ് എന്ന വാക്കിനെ നിർവചിക്കാൻ കൃഷ്ണൻ കൊടുത്തത് പെർഫെക്റ്റ് ആണ്. കാരണം സാറിത് പരമാത്മാവ് എന്ന് പറയുന്നുണ്ട്, ആത്മാവ് എന്ന് പറയുന്നുണ്ട്, ജീവാത്മാവ് എന്ന് പറയുന്നുണ്ട്, ദൈവം എന്ന് പറയുന്നുണ്ട്, ബ്രഹ്മാവ് എന്ന് പറയുന്നുണ്ട്, അല്ല ബ്രഹ്മസങ്കല്പം എന്ന് പറയുന്നുണ്ട്.
ദൈവം എന്ന് പറയുന്നുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നുണ്ട്, ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ്? ശ്രീരാമനാണോ രാക്ഷസൻ? സീതാദേവിയാണോ രാക്ഷസൻ? അല്ല കുംഭകർണനാണോ രാക്ഷസൻ? രാവണനാണോ രാക്ഷസൻ എന്ന ചോദ്യം രാമായണം കഥാകാലക്ഷേപം നടത്താൻ തമിഴരുടെ ഇടയ്ക്ക് വന്ന ഒരു തഞ്ചാവൂരുകാരനോട് അത് സംഘടിപ്പിച്ചവൻ ചോദിച്ചതാ. രാമനാണോ രാക്ഷസൻ? ലക്ഷ്മണനാണോ രാക്ഷസൻ? ഭരതനാണോ രാക്ഷസൻ? രാവണനാണോ രാക്ഷസൻ? സീതാദേവിയാണോ രാക്ഷസൻ? അപ്പൊ തഞ്ചാവൂരിൽ നിന്ന് വന്ന രാമായണം വായിക്കുന്ന ആള് പറഞ്ഞു, രാമൻ രാക്ഷസനല്ല, അതുപോലെ തന്നെ ലക്ഷ്മണനും രാക്ഷസനല്ല, ഭരതനും രാക്ഷസനല്ല, രാവണനും രാക്ഷസനല്ല, കുംഭകർണനും രാക്ഷസനല്ല. ഈ 9 ദിവസം സ്റ്റേജിലിരുന്നുകൊണ്ട് ഒച്ചയെടുത്തില്ലേ ഞാനാ രാക്ഷസൻ എന്ന് അങ്ങേര് പറഞ്ഞ മാതിരി ഇത് ഈ പരമാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? പരബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? പരമേശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? മഹേശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പല പല വാക്കുകളുണ്ടല്ലോ. ക്രിസ്ത്യാനികൾക്ക് അതൊന്നുമില്ലല്ലോ. ഒരു അള്ളാഹു മാത്രം, അല്ലെങ്കിൽ യഹോവ മാത്രം, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു, അല്ലെങ്കിൽ പ്രവാചകൻ. ആ ഒറ്റ വാക്കിൽ നിൽക്കുന്നു. നമുക്ക് ഇത് വരാൻ കാരണം എന്താ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞ വരി നോക്കാം. ഇതിനെ എത്ര വിവരിച്ചാലും അതിന്റെ ആത്മസംതൃപ്തി വിവരണാതീതമാണ്. ഉപദ്രഷ്ട മേൽനോട്ടക്കാരനും, അനുമന്ത അനുമതി കൊടുക്കുന്നവനും, ഭർത്ത നിയന്ത്രിക്കുന്നവനും, ഭോക്ത അനുഭവിക്കുന്നവനും, ആ മഹേശ്വരന് വേറൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. എന്താ പേര്? പരമാത്മേതി ച അപി. അപി എന്നും, അപി എന്ന് വെച്ചാൽ കൂടി, ചേർത്ത്. പരമാത്മാ പ്ലസ് ഇതി പ്ലസ് ച പ്ലസ് ഇതി പ്ലസ് ഉക്ത. പരമാത്മാവ് എന്നും പറയുന്നു. ഇനി സംശയവും കൊണ്ട് വരണ്ട എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. സംശയിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധയോടുകൂടി കേട്ടവനെ. നിങ്ങളുടെ കാര്യമല്ല, ഭഗവത്ഗീത വായിക്കുന്നവരുടെ കാര്യം. നമ്മുടെ ഗോപാലകൃഷ്ണൻജി ആലപ്പുഴയിൽ ഇടയ്ക്ക് പറയും, കുറേ കാലമായിട്ട് ഭഗവത്ഗീത വായിക്കുന്നുണ്ട് സാറേ, പക്ഷെ ഇതിന്റെ അർത്ഥവും മഹത്തായ സന്ദേശങ്ങളും ഇത്രയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ സാറേ. അതിലാ ദുഃഖം. ഭഗവത്ഗീത ഇത്രയും കാലം വായിച്ചതിലുള്ള സന്തോഷമല്ല, സാറ് ക്ലാസ് എടുക്കുന്നത് കേൾക്കുമ്പോഴുള്ള സന്തോഷമല്ല. ഇതൊന്നും ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തില്ലല്ലോ സാറേ. ഇത്ര പ്രായമായിട്ട് വേണ്ടി വന്നല്ലോ ഇത് കേൾക്കാൻ എന്നുള്ള ദുഃഖമാണ് എന്ന്. അത് ശരിക്കൊരു എന്താ പറയാ, ആത്മസംതൃപ്തിയുടെ വാക്കുകളാണ്, ദുഃഖത്തിന്റെ വാക്കുകളല്ലാതെ. നിങ്ങൾ ധാരാളം കാര്യങ്ങൾ എഴുതുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. നോക്കിയാൽ എനിക്ക് ഇതിങ്ങനെ അത്ര ഗംഭീരമായിട്ടുള്ള വരികളായതുകൊണ്ട് അതിന്റെ കമന്റിലേക്ക് ഞാൻ പോണില്ല കേട്ടോ. പരമാത്മേതി ചാപിയുക്ത ദേഹേ അസ്മിൻ പുരുഷ പരഹ. പരമമായ പ്രപഞ്ചപുരുഷ ചൈതന്യം ദേഹത്തിനകത്തുണ്ട് അർജുന. ദേഹേ, പുറത്തുണ്ടെന്ന് വിചാരിക്കല്ലേ, അകത്തുണ്ട്. വാക്കുകൾക്ക് കൃഷ്ണൻ കൊടുത്തിരിക്കുന്ന അമിട്ട് ഡൈനാമിറ്റ് അർത്ഥമാണത്. ദേഹേ, ദേഹത്തിന്റെ പുറത്തൊരു സഞ്ചിയിൽ വെച്ചിരിക്കുന്നതല്ല, സ്വർഗത്തിലിരുന്നുകൊണ്ട് ദൈവം നിർദ്ദേശിക്കുന്നതല്ല, അല്ലെങ്കിൽ വേറെ ഹൂറികളുടെ കൂട്ടത്തിലിരിക്കുന്ന ദൈവം ഓർഡർ ചെയ്യുന്നതല്ല. തുപ്പലും ചീറ്റലും എല്ലാം കൂടി ചേർത്ത്. ഏതായാലും ഒരു വലിയ വാർത്ത ഇന്ന് കേട്ടു. സൗദി അറേബ്യ തബ്ലീഗ് മർക്കസിന്റെ 16 അടി യന്ത്രം വെക്കുകയാണ്. തബ്ലീഗ് മർക്കസ് ഇനി സൗദി അറേബ്യയില് ഒരു കാരണവശാലും അനുവദിക്കില്ല. കാരണം അവർ പറയുന്നു ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ഓഫ് ടെററിസം. തബ്ലീഗ് മർക്കസ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ സംഘടന ഉണ്ടായത് 1926 രാജസ്ഥാനിലാണ്. ആർക്കും അറിഞ്ഞുകൂടാതെ ഒരു പ്രാകൃതമായ രീതി. അതാണ് ഈ തുപ്പലും ചീറ്റലും ഒക്കെ നടത്തിയതെന്ന അത് സൗദി അറേബ്യ നിരോധിക്കുന്നു. നമ്മുടെ വിഷയം മാറിപ്പോയതല്ല. അപ്പൊ ഇവിടെ നിരോധിക്കേണ്ടതായിട്ട് ഒന്നും ഭഗവത്ഗീതയിലെ വാക്കുകളിലില്ല, വിവരണങ്ങളിലില്ല, അർത്ഥങ്ങളിലില്ല, സന്ദേശങ്ങളിലില്ല, ഒന്നുമില്ല. പക്ഷേ വിവരിച്ചാലും മതി വരാത്തൊരു വാക്കുകളുടെ പ്രയോജനമാണ്. പിന്നെ എനിക്കൊരു സന്തോഷം, ഇനിയും ഭഗവത്ഗീത വായിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുമായിരിക്കാം അടുത്ത വരിയില്. അപ്പോ വെറുതെ ആ വരി ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഒന്നുകൂടി. ഉപദ്രഷ്ട പ്ലസ് അനുമന്ത പ്ലസ് ഭർത്ത പ്ലസ് ഭോക്ത ഇസ് ഈക്വൽ ടു മഹേശ്വര. ദാറ്റ് മഹേശ്വര ഇസ് ഈക്വൽ ടു പരമാത്മാ
പ്ലസ് ഇതി പ്ലസ് ച പ്ലസ് അപി പ്ലസ് ഉക്ത അസ്മിൻ ദേഹി, ഈ ദേഹത്തിനകത്ത് ഉണ്ട്. അതാണ് പ്രപഞ്ച പുരുഷ പര, അതാണ് പ്രപഞ്ച പുരുഷ ചൈതന്യം. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, നിന്നെ കുറിച്ച് എനിക്കിങ്ങനെ വിവരിക്കാനൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ സന്തോഷം. സമയമായി, നമുക്ക് ബാക്കിയുള്ളത് നാളെ എടുക്കാം. കാരണം ഹിന്ദു ധർമ്മത്തിന്റെ ക്ലാസ്സാണ് ഇപ്പം. പണ്ടൊരു ശർമ്മ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഓ വാലൈഷ, ഞാൻ ഈ ഭഗവത്ഗീത കുട്ടികളെ പഠിപ്പിക്കുന്നത് സംസ്കൃത ഗ്രാമർ പഠിപ്പിക്കാനാണ്. സംസ്കൃത ഗ്രാമർ പഠിപ്പിക്കാനാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ഞാൻ ആ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച് പറയുമായിരുന്നു, ശർമ്മ മാഷേ, ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ഹിന്ദു ധർമ്മം പഠിപ്പിക്കാനാണ്, സനാതനധർമ്മം ജനങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് പറയുമായിരുന്നു. എന്താല്ലേ വരികള്! ഏതായാലും നാവും മുഖവും മസിലുകളും ശരീരവും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ തന്നെ ഇത് വിവരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിച്ചതിൽ സന്തോഷമുണ്ട്. അത് കേൾക്കാൻ നിങ്ങളെപ്പോലെയുള്ളവര് വന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം പ്രണാമം പ്രണാമം. കൃഷ്ണ ഗുരുവായൂരപ്പ.